ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2025 മോഡൽ അപ്ഡേറ്റഡ് വാഗണാറിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അപ്ഡേറ്റഡ് മീൻസ് 6 എയർ ബാഗ് വന്നിരിക്കുന്ന വാഗണാറിന്റെ ടോപ്പ് എൻഡ് ZXi പ്ലസ് വേരിയന്റ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ വാഗണാർ ZXi പ്ലസ്, അതായത് ടോപ്പ് എൻഡ് വേരിയന്റ്. ഇപ്പോഴും ഇന്ത്യയിൽ ഇറങ്ങുന്ന കാറുകളിൽ ടോപ്പ് സെല്ലിംഗ് കാറുകളിൽ ഒന്നാണ് വാഗണാറിന്റെ ZXi വേരിയന്റ്. ഇപ്പോഴും പല ഫാമിലികളും അവരുടെ ഫസ്റ്റ് കാറായിട്ടും സെക്കൻഡ് കാറായിട്ടും ചൂസ് ചെയ്യുന്നതും വാഗണാർ തന്നെയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം വാഗണാറിന്റെ ഈ ഒരു SUV ടൈപ്പ് ലുക്കും അകത്തുള്ള ഇന്റീരിയർ സ്പേസുമാണ്. ഇതിപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ZXi പ്ലസ് വേരിയന്റ് ആണ്. ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് എക്സ്റ്റീരിയറിൽ ഡിസൈനിലോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും കൊണ്ടുവന്നിട്ടില്ല. 2018 അപ്ഡേറ്റ് വന്നതിന് ശേഷമുള്ള സെയിം ഡിസൈനും കാര്യങ്ങളാണ് ഇപ്പോഴും മാരുതി ഫോളോ ചെയ്യുന്നത്. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിലായിട്ട് ഹെഡ്ലൈറ്റ് കാണാം, ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ വരുന്നു. അതിനകത്ത് തന്നെ ചേർന്ന് തന്നെ പാർക്ക് ലൈറ്റ് കാണാം, അതും ഹാലജനാണ്. താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലെ ഗ്രില്ലിൽ ടോപ്പ് എൻഡ് വേരിയന്റിൽ ഒരു ക്രോം ഇൻസൈറ്റ് കൊടുത്തിട്ടുണ്ട്, നടുക്ക് സുസുക്കിയുടെ ഒരു ലോഗോ. താഴേക്ക് വന്നാൽ നമുക്ക് ഫോഗ് ലൈറ്റ് കാണാം, അതും ഹാലജനായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ എയർ ഡാമിന്റെ ഭാഗമെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ സ്കിൽ പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. 165 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പക്ക ഒരു ബോക്സി ഡിസൈനാണ് വാഗണാറിന് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് പലർക്കും ഈ വാഹനം ഇഷ്ടപ്പെടാനുള്ള ഒരു റീസണും. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ടോപ്പ് എൻഡ് ആണെന്ന് മനസ്സിലാവാൻ നമുക്ക് അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. അതൊരു 14 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. 14 ഇഞ്ച് ബ്ലാക്ക് കളറിലുള്ള അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു. നടുക്ക് നമുക്ക് സുസുക്കിയുടെ ലോഗോ കാണാം. 165/70R14 ആണ് ടയർ സൈസ് വരുന്നത്. ഈ ടോപ്പ് എൻഡ് വേരിയന്റിൽ മാത്രമാണ് അലോയ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് മിറേഴ്സിൽ LED 10 ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലാസുകൾ പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും ടോപ്പ് എൻഡ് ആയിട്ടും വരുന്നില്ല. ഫ്രണ്ട് മൗണ്ടഡ് ആയിട്ടാണ് ആൻറ്റീന കൊടുത്തിരിക്കുന്നത്. നോർമൽ ആൻറ്റീന കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഡോർ ഹാൻഡിൽസ് നമ്മുടെ ഫ്ലിപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. താഴെ ക്ലാഡിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാം. വാഗണാറിനൊക്കെ എപ്പോഴും ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ടൊരു സ്പോയിലർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. സ്പോയിലറും റൂഫ് റെയിൽസും ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അതൊരു നെക്സ്റ്റ് ലെവൽ ലുക്കിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മൊട്ടയടിച്ച തലത്തിൻ്റെ ഒരു ഫേസാണ് ശരിക്കും വാഗണാറിനുള്ളത്. ആ ബാക്കിൽ ആ സ്പോയിലറും കൂടി വരുമ്പോഴാണ് ശരിക്കും ആ ഒരു സ്പോർട്ടി ലുക്ക് ഈ വാഹനത്തിന് തരിക. ബാക്കിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡ് വേരിയന്റിൽ മാത്രമാണ് നമുക്ക് ബാക്കിൽ വൈപ്പർ കൊടുത്തിരിക്കുന്നത്. മറ്റ് വേരിയന്റുകളിലൊന്നും വൈപ്പർ വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ സ്പോയിലർ വരുന്നില്ല, ഷോറൂമിൽ നിന്ന് ആക്സസ് ആയിട്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ വൈപ്പറിൻ്റെ വാഷറിൻ്റെ നോസിൽ കാണാം. അതിന് താഴെയായിട്ട് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ്, ഡിഫോഗർ ഉൾപ്പെടുത്തിയിട്ടില്ല. വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വലിയ ടെയിൽ ലൈറ്റ് യൂണിറ്റ് കാണാം, ടോപ്പിലായിട്ട് സ്റ്റോപ്പ് ലൈറ്റ്, അതിന് താഴെ ഇൻഡിക്കേറ്റേഴ്സ്, അതിന് താഴെ റിവേഴ്സ് ലൈറ്റ്, ഫുൾ ഹാലജൻ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സാണ് വരുന്നത്. താഴെയും റിഫ്ലക്ടേഴ്സ് കാണാം. ബാക്കിലും ആ ബ്ലാക്ക് ഫിനിഷിലൊരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വാഗണാർ എന്ന് പറയുന്ന ഒരു വലിയ ലെറ്ററിങ് കാണാം. വേറെ എടുത്ത് പറയത്തക്ക ബാഡ്ജിങ്ങിൻ്റെ ലെറ്ററിങ് അങ്ങനെ ഒന്നും തന്നെ വരുന്നില്ല. ഇതിപ്പോൾ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്, എന്നിട്ടും ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ പോലെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഒരു ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 341 ലിറ്ററിൻ്റെ സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് വാഗണാറിന് വരുന്നത്. ടോപ്പ് എൻഡ് ആയതുകൊണ്ട് ഒരു പാഴ്സൽ ട്രേ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ടോപ്പ് എൻഡിൽ 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് വരുന്നത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും തന്നെ ബാക്കിൽ വരുന്നില്ല. സ്പെയർ വീല് നമ്മൾക്ക് വരുന്നുണ്ട്. ആ ബേസ് വേരിയൻറ്റിൽ കാണുന്ന 165/70R14 സ്റ്റീൽ വീലുകൾ തന്നെയാണ് സ്പെയർ വീലുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ബേസ് വേരിയൻ്റ് ടോപ്പ് എൻഡ് വരെ ടയർ സൈസ് സിമിലർ ആണ്. നമുക്ക് അലോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീലെസ് എൻട്രി കാര്യമൊന്നും വരുന്നില്ല. ഫ്ലിപ്പ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ് വരുന്നത്. ഇന്റീരിയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ കളറാണ് വരുന്നത്. ഒരു ബേജ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി റൂമി ആയിട്ടുള്ള ഇന്റീരിയർ ആണ് ആ ബേജ് കളർ വന്നിരുന്നുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. മാരുതിയുടെ തനതായ ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഒരു സോഫ്റ്റ് ടച്ച് കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. 4 ഡോർ പവർ വിൻഡോ കൺട്രോൾ. ഈ വിൻഡോ നമുക്ക്, അതായത് ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ഒരു ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്പീക്കറുകൾ കാണാം, ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. വളരെ വലിപ്പമുള്ള വലിയ ഡോറുകളാണ്. അത് തന്നെയാണ് വാഗണാറിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിക്സഡ് ഹെഡ് റെസ്റ്റോട് കൂടിയ
ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. അതിനകത്ത് 6 എയർ ബാഗ് വന്നതിൻ്റെ SRS എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്കിവിടെ നമ്മുടെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇത് മാനുവൽ വേരിയൻ്റ് ആണ്. ചെറിയൊരു ഡെഡ് പെഡൽ പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം വശങ്ങളിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. AC വെൻസിന് ചുറ്റുമെല്ലാം നമുക്കൊരു ക്രോം ഇൻസൈറ്റ് കാണാവുന്നതാണ്. അപ്ഡേറ്റഡ് വാഗണാർ ZXi പ്ലസ് ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ വാഗണാറിൻ്റെ ഇൻറ്റീരിയർ കയറി ഇരിക്കുമ്പോൾ തന്നെ ഈ വാഹനം എന്തൊരു റൂമിയാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. വളരെ വലിയ ഡാഷ്ബോർഡ് കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് കയ്യെത്തൂലും ഇല്ല നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നതിനും അത്ര വലിപ്പമുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു SUV ലുക്കും ഫീലും ഈ വാഹനത്തിൽ കയറി ലഭിക്കും. ശരിക്കും ഒരു മൈക്രോ SUV ലുക്ക് തരുന്നൊരു വാഹനം നമ്മുടെ വാഗണാർ തന്നെയാണ്. അതിന് മെയിനായിട്ടുള്ളൊരു കാരണം നമ്മുടെ ആ ഒരു പഴയ ഫോർമാറ്റിൽ തന്നെ വന്നിരിക്കുന്ന ആ ഒരു ഡാഷ്ബോർഡ് കാര്യങ്ങളാണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷനലായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു. 3 സ്പോക്കാണ്. താഴെ സിൽവർ ഫിനിഷ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇടതുവശം മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും താഴെയാണ് അതിൻ്റെ മ്യൂസിക്കിൻ്റെ കൺട്രോൾസും താഴെ ഫോണിൻ്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ വൈപ്പർ, ഓട്ടോ ഹെഡ്ലൈറ്റ് പോലുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പോർട്ടി ആയിട്ട് ഓറഞ്ച് ബാക്ക് ലൈറ്റോട് കൂടി ഒരു ക്ലസ്റ്ററാണ് വരുന്നത്. രണ്ട് റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്റർ അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് റൗണ്ട് ഡയലിനകത്ത് RPM മീറ്റർ കൊടുത്തിരിക്കുന്നു. അത് ഫുള്ളി ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും. അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു ടോഗിൾ ബട്ടൺ നമുക്ക് ആ ക്ലസ്റ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആവറേജ് ഫ്യൂൽ, ഡിസ്റ്റൻസ് ടു MT, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ടൈം, അങ്ങനത്തെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. പക്ഷേ ഒരു സ്പോർട്ടി ലുക്ക് തരുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന സ്മാർട്ട് പ്ലേ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. 4 സ്പീക്കറോട് കൂടിയ മ്യൂസിക് സിസ്റ്റം, ട്യൂട്ടർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് കാര്യങ്ങളുള്ള സിസ്റ്റമാണ്. ഇതിനകത്ത് അത്യാവശ്യം വേണ്ട വെഹിക്കിൾ ഇൻഫർമേഷൻസും കൂടി മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആവറേജ് ഫ്യൂവൽ പോലെയുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ, ഇതിപ്പോൾ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ട് റിവേഴ്സ് ക്യാമറ വരുന്നില്ല. പാർക്കിംഗ് സെൻസേഴ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറ ഷോറൂമിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലെല്ലാം വയർഡായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താഴെ നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ മാനുവൽ AC കൺട്രോൾസ് ആണ്. ടോപ്പ് എൻഡിൽ പോലും ഓട്ടോമാറ്റിക് AC ഒന്നും വരുന്നില്ല. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ കൂടെ ഓക്സിലറിയുടെ ഓപ്ഷനും കൂടി വരുന്നുണ്ട്. ഇത് പഴയ സിസ്റ്റത്തിൻ്റെ ഓക്സിലറിയുടെ ഓപ്ഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ടോപ്പിലെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാം. നമുക്കിവിടെ താഴെയായിട്ടാണ് കപ്പ് ഹോൾഡേഴ്സ് വരുന്നത്. ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. അത് ആ ഒരു പഴയ ടൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. അതൊരു ഡ്യുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു. സെൻറ്ററിലൊരു വൈറ്റ് ഫിനിഷും വശങ്ങളിലൊരു ബ്ലാക്ക് ഫിനിഷോടും കൂടിയാണ് വരുന്നത്. ഇതിപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നതുകൊണ്ട് അതിൻ്റെ 6 SRS എയർ ബാഗിൻ്റെ ബാഡ്ജിങ് കാണാം. ഇവിടെ നമുക്കൊരു സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഗ്രാബ് ഹാൻഡിൽ ഫിക്സഡ് ഗ്രാബ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. സെൻറ്ററിൽ IRVMs, മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs കൊടുത്തിരിക്കുന്നു. നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ് വരുന്നത്. നമ്മളുടെ ബ്ലൂടൂത്ത് മൈക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഡ്രൈവർ സൈഡിൽ സൺവൈസസ്, ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻറ്റീരിയർ, എന്നാൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു ഇൻറ്റീരിയർ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ചെറിയൊരു ഗ്ലോ ബോക്സ് ആണ്. വളരെ ചെറുതെന്ന് വെച്ചാൽ എനിക്ക് 2 ലിറ്റർ ഒക്കെ ആയിരിക്കും എൻ്റെ ഒരു കപ്പാസിറ്റി വരെ. അത്യാവശ്യം വേണ്ട ഡോക്യുമെന്റ്സ് വയ്ക്കാൻ മാത്രമുള്ള ഒരു ഗ്ലോ ബോക്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ വളരെ വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഓൾമോസ്റ്റ് 90 ഡിഗ്രി തന്നെ ഡോറുകൾ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് പ്രായമുള്ളവർക്കും ആർക്കും കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാഡ് നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും തന്നെ വരുന്നില്ല. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽ നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിൽ 2 പേർക്കുള്ള ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ്. സെൻട്രൽ പാസറിന് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. 60/40 സ്പീഡ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാസീവായിട്ടുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഒരു 20 സെൻറ്റിമീറ്റർ അടുത്ത് ഹെഡ് റൂം നമുക്ക് ബാലൻസ് ഉണ്ട്. അത്രയും ഉയരമുള്ളൊരു വാഹനമാണ് വാഗണാർ. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഇന്ത്യയിൽ ഈ വാഹനം ഏറ്റവും കൂടുതൽ ഇറങ്ങാനുള്ള റീസണും ഇതിൻ്റെ ഈ ഒരു ഇൻറ്റീരിയർ സ്പേസ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കൊമേഴ്സ്യൽ പർപ്പസിനാണെങ്കിലും ഫാമിലി യൂസിനാണെങ്കിലും എന്തിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ് നമ്മളുടെ വാഗണാർ.
വാഗണാറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്കിപ്പോൾ സേഫ്റ്റിയാണ് പുതിയ വാഗണാറിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയന്റ് തൊട്ടേ അവൈലബിൾ ആണ്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ LXI ആൻഡ് VXI വേരിയന്റിൽ 1 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനും ZXI ആൻഡ് ZXI പ്ലസിൽ പഴയ സ്വിഫ്റ്റിലൊക്കെ കണ്ട 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനുമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടോപ്പ് എൻഡിലേക്ക് വന്നാൽ ഇത് 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ടയർ ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT പെട്രോൾ എഞ്ചിനാണ്. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 24 കിലോമീറ്റർ പെർ ലിറ്റർ ഒക്കെയാണ് മൈലേജ്. റിയൽ ലൈഫിൽ ഒരു 18-20 ഇടയ്ക്ക് മൈലേജ് എന്താണെങ്കിലും ലഭിക്കും. അത് വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സ്. AMT നമുക്ക് VXI വേരിയന്റ് തൊട്ടിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. VXI വേരിയന്റിൽ കിട്ടുന്ന AMT 1 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള AMT ആണ്. അപ്പോൾ വാഗണാർ എടുക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മിനിമം ഈ ഒരു വേരിയന്റ് 1.2 എങ്കിലും എടുക്കണം. മൈലേജും കൂടുതലുണ്ട്, പെർഫോമൻസും കൂടുതലുണ്ട്. ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വാഗണാറിന് ഏകദേശം 50,000 രൂപ വരെ ഓഫർ കാര്യങ്ങൾ അവൈലബിൾ ആണ്. നമ്മൾ ഓഫർ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഈ അപ്ഡേറ്റഡ് വേരിയന്റിന്റെ പ്രൈസ് ആണ് പറയുന്നത്. അതായത് ഇപ്പോൾ ബേസ് വേരിയന്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ആ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന വേരിയന്റിന്റെ പ്രൈസ് ആണ് പറയുന്നത്. ഇപ്പോൾ പഴയ വേരിയന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 6 എയർ ബാഗ് വന്നപ്പോൾ ഏകദേശം ഒരു 15,000-നും 20,000-നും ഇടയ്ക്കാണ് പ്രൈസിൽ ഹൈക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ LXI വേരിയന്റിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. LXI വേരിയന്റിന് എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ട് 6,55,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. VXIയിലേക്ക് വന്നാൽ VXIക്ക് 7,05,000 രൂപ. VXIയിൽ നമുക്ക് AMT സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് AGS, അതിന് 7,63,000 രൂപ. അതായത് മാനുവൽ ഓട്ടോമാറ്റിക് നമ്മൾ ഏകദേശം 50,000 തൊട്ട് 60,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ്. ZXIയിലേക്ക് വരുമ്പോൾ ZXIയിൽ 1.2 ആണ് എഞ്ചിൻ. ZXIയിൽ 7,45,000 രൂപ മാനുവലിനും ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 8 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ZXI പ്ലസ് മാനുവൽ വേരിയന്റ് ആണ്. ഇതിന് 7,98,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഇതിന് തന്നെ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. ZXI പ്ലസ് AGS എന്ന് പറഞ്ഞ് ആ വേരിയന്റിന് 8,55,000 രൂപ. അതായത് നമ്മൾ പറഞ്ഞാൽ ഒരു 50,000-60,000 രൂപയുടെ ഡിഫറൻസ് ആണ് രണ്ട് വേരിയന്റുകളും തമ്മിൽ വരുന്നത്. അപ്പോൾ ഈ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വേരിയന്റ് ഓൺ റോഡ് വരുമ്പോൾ 8,55,000 രൂപ വരും. അതിനകത്ത് ഡ്യുവൽ ടോണും കൂടി വരുന്നുണ്ട്. റെഡ് കളറിലൊക്കെ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കണ്ടിട്ടുണ്ട്. അതിനൊരു 20,000 രൂപയും കൂടി അഡീഷണലി പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് വാഗണാറിന്റെ റിവ്യൂ. ഇപ്പോഴും ഇന്ത്യയിൽ ഇറങ്ങുന്ന വൺ ഓഫ് ദ മോസ്റ്റ് സെല്ലിംഗ് കാറുകളിൽ ഒന്നാണ് വാഗണാർ. ഇപ്പോഴും പല ഫാമിലീസും നോക്കി നടന്ന് ആദ്യമായിട്ട് വാങ്ങുന്ന വാഹനവും വാഗണാർ തന്നെയാണ്. എന്തുകൊണ്ട് വാഗണാർ ഇപ്പോഴും ഹോട്ട് സെല്ലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാറാണ് വാഗണാർ. ഇപ്പൊ ഡോറൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 90 ഡിഗ്രി തുറക്കാൻ പറ്റും. അതുകൊണ്ട് വീട്ടിലെ പ്രായ ആൾക്കാർക്ക് കയറി ഇറങ്ങാൻ എളുപ്പമാണ്. ഇപ്പൊ AC ആണെങ്കിലും വളരെ പെട്ടെന്ന് കൂളാവും. പിന്നെ ഇപ്പൊ ഇത്രയും വലിയ ഗ്ലാസ് ഏരിയ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ബ്ലൈൻഡ് സ്പോട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഫ്രണ്ടൊക്കെ കണ്ട് സുഖമായിട്ട് വാഹനം ഓടിക്കാനായിട്ട് പറ്റും. ഒരു ഫാമിലിയിലെ എല്ലാവർക്കും ഒരുപോലെ കൊണ്ടുകിടക്കാം. അതായത് പ്രായമായ ആൾക്കാർക്കും ലേഡീസിനും പിന്നെ വീട്ടിലുള്ള മുതിർന്നവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനവുമാണ് നമ്മുടെ വാഗണാർ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മാരുതി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പുതിയ വാഹനം വാങ്ങാനാണെങ്കിലും മാരുതിയുടെ ഏത് വാഹനം വാങ്ങാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.